ഇല്ല, ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നാൾ കൂടിയാണ് ഇപ്പം വെള്ളം പൊങ്ങിയത്. ഞങ്ങള് വീട് ഇവിടെയാ. എന്താ ചെയ്യുന്നത്? ഞാൻ MSc സ്റ്റുഡന്റ്. എന്താ ചെയ്യുന്നത്? ഞാൻ BCA സെക്കൻഡ് ഇയർ പഠിക്കും. വീട് എവിടെയാന്ന് പറഞ്ഞു? അവിടെ തൊട്ട് അതായിരുന്നു ആദ്യം വീട്. അത് ഇപ്പം അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി. പ്രളയകാലത്ത് പ്രളയത്തിനിടയ്ക്ക് സ്വന്തം വീട്ടിലെ തോണി പുറത്തിറക്കി കാഴ്ചകൾ കാണാനെത്തിയ സഹോദരന്മാരെയാണ് നമ്മൾ കാണുന്നത്. അമലും ആൻമരിയും. അവർ സ്വന്തം വീട്ടിലെ തോണി ഇറക്കി പാലാ നഗരത്തിൽ കാഴ്ചകൾ കാണാൻ എത്തിയിരിക്കണം. അമൽ, എന്തുണ്ട് വിശേഷങ്ങൾ? എന്താണ് ഈ തോണി വീട്ടിലാണോ? അതെ അതെ. നിങ്ങൾ പാലക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കയറുന്നതുകൊണ്ട് വാങ്ങി വെച്ചാണോ? അല്ല, ഇത് കുറെ കൊല്ലം മുമ്പുള്ളതാ. വല്യപ്പൻ മേടിച്ചതെങ്ങാണ്ടാണ്. അറിയത്തില്ല. ഇപ്പൊ അപ്പനെ ഇറക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കോളാൻ പറഞ്ഞു. ഇത് എങ്ങോട്ടാ നിങ്ങൾ എന്ത് കാണാൻ ഇറങ്ങിയത്? കാഴ്ച കാണാൻ ഇറങ്ങിയാണോ? ചുമ്മാ കാഴ്ച കാണാൻ ഇറങ്ങിയത്. മുമ്പേ അവിടെ വരെ പോയായിരുന്നു, എന്തായാലും വെള്ളം ഉണ്ടെന്നൊക്കെ അറിയാം. പിന്നെ ഇപ്പൊ ചുമ്മാ വെള്ളം എടുത്ത് പിന്നെ ആരിലൊക്കെ കയറുന്നുണ്ടോ കയറിക്കോട്ടെ. പക്ഷെ അധികം പേര് കയറാനുള്ള സൗകര്യത്തിലില്ല അല്ലെ? രണ്ട് പേർക്കൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അവിടെ ചെറിയൊരു തുളയൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ സമയം കിട്ടുവാളെ. ആൻ ഇവിടെയുണ്ട്. ആൻ, എന്താണ് നിങ്ങളുടെ ഒരു പ്രളയകാലത്ത് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ? ഇല്ല, ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നാൾ കൂടിയാണ് ഇപ്പം വെള്ളം പൊങ്ങിയത്. ഞങ്ങള് വീട് ഇവിടെയാ. എന്താ ചെയ്യുന്നത്? ഞാൻ MSc സ്റ്റുഡന്റ്. എന്താ ചെയ്യുന്നത്? ഞാൻ BCA സെക്കൻഡ് ഇയർ പഠിക്കും. വീട് എവിടെയാന്ന് പറഞ്ഞു? അവിടെ തൊട്ട് അതായിരുന്നു ആദ്യം വീട്. അത് ഇപ്പം അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി 1 കിലോമീറ്റർ. അപ്പൊ ഈ പ്രളയകാലത്ത് ഇങ്ങനെ വ്യത്യസ്ത ഒരു കാഴ്ച ഞങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടായിരുന്നു. അത് പാലായിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുമ്പോ പൊതുവെ എല്ലാരും തന്നെ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ കാഴ്ചകൾ നടക്കട്ടെ. ഇടയിൽ ആർക്കെങ്കിലും അത്യാവശ്യം സഹായിക്കും ചെയ്യും. കാണാം. യെസ്, എന്തായാലും വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അമലും ആൻമരിയും അവരുടെ യാത്ര തുടരുകയാണ്. ക്യാമറമാൻ സച്ചിനൊപ്പം പാലാ നഗരത്തിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.